മൗനരാഗ സീരിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കല്യാണി കിരണം കൂടി കടവിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വള്ളം കിടപ്പുണ്ട്. അപ്പോൾ കല്യാണിയോട് കിരൺ ചോദിക്കുകയാണ്, കല്യാണി നിനക്ക് ഈ വള്ളം കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുകയാണ്, പിന്നെ കടക്കാൻ കിരണേട്ടൊരു പേടിയായിരുന്നു അല്ലേ. അപ്പോൾ കിരൺ പറയാം, എൻ്റെ കൈക്ക് പിടിച്ച് വള്ളത്തിൽ കയറ്റിയതൊക്കെ നീയാണ്. അപ്പോൾ വള്ളക്കാരൻ കാണുവാണോ, ആ സാറ് വന്നോ? കിരൺ ചോദിക്കുക, താൻ എൻ്റെ മുഖം മറന്നില്ലല്ലേ. വള്ളക്കാരൻ പറയാം, അധികം നാളായില്ലല്ലോ സാർ വന്നിട്ട് പോയിട്ട്, അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ കിരൺ പറയും, ഇത് എൻ്റെ ഭാര്യയാണ്, ഇവൾ ആദ്യമായിട്ടാണ് വരുന്നത്. വള്ളക്കാരൻ പറയും, അത് മനസ്സിലായി, രണ്ടാളും കയറിക്കോ. രണ്ടുപേരും വള്ളത്തിൽ കയറുവാണേ. പിന്നെ വള്ളക്കാരൻ, അന്ന് സാറ് ആരെയോ തിരക്കിയല്ലേ വന്നത്, അയാളെ പിന്നെ കണ്ടായിരുന്നോ? അപ്പോൾ കിരൺ പറയില്ല ചേട്ടാ. വള്ളക്കാരൻ പറയുക, ഞാൻ പറഞ്ഞില്ലേ സാറേ, കാട്ടിനകത്ത് പെട്ടുപോയാൽ പകലൊക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടേനായിരുന്നു, രാത്രി ആയിക്കഴിഞ്ഞാൽ കുറുനരികളും ചെന്നായ്ക്കളും വന്നിരിക്കും. കടുവയും പുലിയും ഒക്കെ മനുഷ്യരെ കണ്ടാൽ അകന്നു പോകും, പക്ഷെ അതുപോലെയല്ല കൂട്ടത്തോടെ വരുന്ന കുറുനരികളും ചെന്നായ്ക്കളും. അവർ ഉറപ്പായും കടിച്ചു കീറിയിരിക്കും. കാട്ടിലെ ഏറ്റവും അപകടം പിടിച്ചത് ചെന്നായ്ക്കൾ മാത്രമാണ്. കടുവയ്ക്കും പുലിക്കും കുറച്ച് മാന്യതയെങ്കിലും ഉണ്ട് എന്ന് പറയുവാണേ. മൂർഖൻ പാമ്പിനെ പോലെയും രാജവമ്പാലയെ പോലെയും എന്ന് പറയും. അപ്പോൾ കല്യാണി ചോദിക്കുക, അതെന്താ മാന്യത? അപ്പോൾ വള്ളക്കാരൻ പറയാം, അതറിയത്തില്ലേ, വേട്ട നായ്ക്കളും ചെന്നായ്ക്കളും അണലിയെ പോലെയാണ്, അതിനൊക്കെ കടിക്കാനും കൊല്ലാനും കാരണമൊന്നും വേണ്ട. രാജവെമ്പാലയും മൂർഖനും ചവിട്ടിയാലേ അത് നമ്മളെ കൊത്തത്തുള്ളൂ. എന്ന് മാത്രമല്ല, കൊത്തുന്നതിന് മുമ്പ് നമുക്കൊരു സൂചനയും തരും. എന്നിട്ട് നമ്മൾ അതിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിയാൽ മാത്രമേ അത് കൊത്തൂ, അല്ലാതെ ആരെയും ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. പിന്നെ ഇന്ന് ആരെങ്കിലും അന്വേഷിച്ച് ഇറങ്ങിയതാണോ സാറേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം, അല്ല, കാട്ടിൽ നിന്ന് കുറച്ച് തേൻ കിട്ടിയിരുന്നു, നാട്ടിൽ ഒരാൾ കൊണ്ടുവന്നിരുന്നു, പിന്നെ അതൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾക്ക് വീണ്ടും വാങ്ങാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് പറയുവാണേ. അപ്പോൾ വള്ളക്കാരൻ ചോദിക്കുക, അത് നമ്മുടെ വേലുവായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയും, അതേ, വേലു തന്നെയായിരുന്നു. വള്ളക്കാരൻ, അവനാ എല്ലാ മാസവും കാടിറങ്ങി പോകുന്നത്, മൂപ്പൻ്റെ മരുമോനാകാൻ ഇരിക്കുന്ന പയ്യനാ. മൂപ്പത്തിയും കൂടി അവനെ എടുത്ത് വളർത്തിയത്. അന്ന് തന്നെ അവർ തീരുമാനിച്ചിരുന്നു അവരുടെ മോളെ അവന് കൊടുക്കണമെന്ന്, അവിടുത്തെ കാട്ടുമൂപ്പനെ. അപ്പോൾ കിരൺ ചോദിക്കുക, കാട്ടുമൂപ്പൻ എന്ന് പറയുന്ന കാട്ടിലെ രാജാവല്ലേ എന്ന് ചോദിക്കുമ്പോൾ വള്ളക്കാരൻ പറയാണ്, കിരീടവും ഉണ്ടാവില്ല, ചെങ്കോലും ഉണ്ടാവില്ല, പക്ഷെ കാട്ടുമൂപ്പൻ എന്ത് പറഞ്ഞാലും കാട്ടിലുള്ളവർ കേൾക്കും. പാവങ്ങളാണ് സാറേ, അവരെ വിറ്റ് കാശുണ്ടാക്കാൻ നാട്ടിലുണ്ട്. അതെ, നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. കിരൺ പറയും, ഞങ്ങൾ അത്രക്കാരല്ല ചേട്ടാ, കാട്ടിലെ അവരുടെ വീടും ജീവിതവും കാണാനാണ് കല്യാണിയും എൻ്റെ ഒപ്പം വന്നതെന്ന് പറയുക. വള്ളക്കാരൻ, കിരൺ പറയും, ഒരു കാര്യം ചേട്ടൻ പറഞ്ഞത് സത്യമാണ്, പൊതുവായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാട്ടിലെ മൃഗങ്ങളെക്കാളും പേടിക്കേണ്ടത് നാട്ടിലെ മനുഷ്യരെയാണെന്ന് അത്തരക്കാർ ഞങ്ങൾക്ക് ഭയമാണെന്നും പറയാറുണ്ട്, ശരിയാണല്ലേ എന്ന് പറയുകയാണ്. അപ്പം വള്ളക്കാരൻ പറയും, അതെ അതെ, ഈ കാടിനകത്ത് വന്ന് ഒരുത്തൻ പ്രശ്നമുണ്ടാക്കിയാൽ അവന് ഈ കാട് തന്നെയായിരിക്കും ശിക്ഷ കൊടുക്കുന്നത്. മലദൈവങ്ങളെന്ന് പറഞ്ഞാൽ സത്യം, അത്ര സത്യവും ശക്തിയുമുള്ളവരുമാണ്. ഈ കാട്ടുമൂപ്പൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തി, കാട്ടുമൂപ്പൻ എന്ന് പറയുന്ന ആൾ ആരാധിക്കുന്നത് മലദൈവങ്ങളെയാണ്. അവരുടെ ശക്തി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് സാറേ എന്ന് പറയണം കേട്ടോ. അപ്പോൾ കിരൺ പറയണം, കല്യാണിയോട് പറഞ്ഞത് കേട്ടല്ലോ, സത്യമുള്ള കാട്ടിൽ അവൻ അസത്യം കാണിച്ചാൽ അവൻ ജീവിച്ചിരുന്നാൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവന് ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് കിരൺ പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ കാണിക്കുന്ന വിനായകൻ അങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദൂരെ മാറുന്നിട്ട് വേലുവിനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടുത്തേക്ക് വന്നിട്ട് വേലുവിനെ അപ്പോൾ കാണുവാണ് വിനായകൻ. വേലു ചോദിക്കുക, പിന്നെ അപ്പോൾ വേലു ഇങ്ങനെ മനസ്സിലാദ്യം ചിന്തിക്കുന്നുണ്ട്, അവർ വരുന്ന കാര്യമൊന്നും ഇവനെ അറിയണ്ട, കാണുന്നെങ്കിൽ കാണട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും വരത്തില്ല, പിന്നെ ഇവന് ഇവിടെ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ഗംഗ വേലുവിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ വേലു ചോദിക്കുക, പല്ല് തേക്കുമായിരിക്കുമല്ലേ? അപ്പോൾ ഗംഗ ഇങ്ങനെ കൈകൊണ്ട് ചോദിക്കുക, കാണുന്നില്ലേ എന്നുള്ള തരത്തിലേ. അപ്പോൾ കാണുന്നുണ്ട്, കാണാൻ പാടില്ലാത്ത പലതും കാണുന്നുണ്ട്. നീയൊരു പാവമാണെന്നാണോ നീ പറയുന്നേ? നീയൊരു പാവമല്ലടാ, പാപിയ, ഈ കാട് മുടിപ്പിക്കാൻ വന്ന മഹാപാപി. നീ വന്നതിന് ശേഷം എൻ്റെ പെണ്ണ് എന്നെ നോക്കുന്നുമില്ല, പിന്നെ അവൾക്ക് ഒരു സമ്മാനം കൊടുത്താൽ പോലും അവൾ വാങ്ങിക്കുന്നുമില്ല എന്നൊക്കെ നമ്മുടെ വേലു പറയട്ടെ. വേലുവിന് നല്ല ദേഷ്യത്തോടെയാണ് നമ്മുടെ ഗംഗയോട് സംസാരിക്കുന്നത്. ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് വേലു ഗംഗയോട് പറയണം കേട്ടോ. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമൊന്നും വേലു പറയുവാണ്.
നീ ജീവൻ രക്ഷിച്ചവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗംഗ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കൈകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ വേലു ചോദിക്കണം, എന്നാ നീ എന്ത് ചെയ്തു എന്നാണോ, എന്തോ ദ്രോഹിച്ചു എന്നാണോ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ തലയാട്ടുമാണ്. നാട്ടിൻപുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവൾ കണ്ണിലൊഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ തേൻ വിൽക്കാൻ പോകുമ്പോൾ അവളിവിടെ കാത്തിരിക്കും, ഞാൻ എന്താ കൊണ്ടുവരുന്നതെന്ന് നോക്കിയിട്ട്. ഇപ്പോഴാണ് ഞാൻ എന്ത് കൊടുത്താലും അവൾ വലിച്ച് ദൂരെ എറിയുകയാണ് ചെയ്യുന്നതെന്നൊക്കെ വേലു ഭയങ്കര സങ്കടത്തോടും ദേഷ്യത്തോടും പറയുവാണ്. അവൾക്ക് വന്ന മാറ്റം മാമനും മാമയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവളെ കെട്ടാൻ എന്നവനെന്ന രീതിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വേലു ചോദിക്കുകയാണ് കേട്ടോ, എടാ നീ അവളെയും കൊണ്ട് വല്ല ഒളിച്ചോട്ടവും തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. കാരണം വേലുവിന് പെട്ടെന്ന് കുറച്ചുകൂടി ബുദ്ധിയുള്ളവനായിട്ട് നമുക്ക് തോന്നും. നീ ഞെട്ടണ്ടടാ, നീ വന്നതിൻ്റെ 2-ാം ദിവസം തന്നെ നീ ആൾ ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ വേലു ഗംഗയോട് പറയുവാണേ. വേലു പറയണം, നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ നിന്നെ കൊന്നുകളയാനും എനിക്കറിയാടാ എന്നൊക്കെ വേലു പറയുവാണേ. വേലു അങ്ങ് പോകുമ്പോൾ ഗംഗ ഇങ്ങനെ മനസ്സിൽ പറയുവാണ്, എടാ കൊലപാതക ശീലമാക്കി എന്നോടാണ് നീ വെല്ലുവിളിക്കുന്നതെന്ന്. എൻ്റെ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞടാ, എൻ്റെ കുഞ്ഞിപ്പോൾ അവിടെ വയറ്റിലുണ്ടെന്നൊക്കെ നമ്മുടെ ഗംഗ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേലു അങ്ങ് നടന്നു പോകുന്നുണ്ട് കേട്ടോ. നീ ഇനി അവളെയും കേട്ടി ആ കുഞ്ഞിനെ നോക്കി ജീവിക്കാനായിരിക്കും നിൻ്റെ വിധിയെന്നും പറഞ്ഞിട്ട് ഗംഗ ഇങ്ങനെ പറയുവാണ് കേട്ടോ. മനസ്സിലാണ് ഇതൊക്കെ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് കാടിൻ്റെ സൈഡിലോട്ട് ആ കായലിൽ നിന്ന് വന്ന് വെള്ളം അടുപ്പിക്കുകയാണ് കേട്ടോ. നേരെ കല്യാണി ചാടി ഇറങ്ങി. കല്യാണി എന്നിട്ട് ബാ കിരണേട്ടെന്നൊരു കൈ കൊടുക്കുവാണ്. അപ്പോൾ കിരൺ ഇറങ്ങുവാണ്. ആ കൊള്ളാലോ, വള്ളക്കാരൻ പറയാണ് ഭാര്യയാണല്ലോ ഭർത്താവിന് കൈ കൊടുക്കുന്നതെന്ന്. അപ്പോൾ കിരൺ ചിരിച്ചോണ്ട് പറയണേ, ഇവളുടെ വീട് കായൽ തീരത്തായിരുന്നു, അപ്പോൾ ഇവള് വെള്ളവും ഒക്കെ കണ്ട് ജീവിച്ചതാണ്, അതുകൊണ്ട് ഇവക്കതൊക്കെ ഒരു വിഷയമല്ല. അപ്പോൾ വള്ളക്കാരൻ ചോദിക്കണാണോ? അപ്പോൾ കിരൺ പറയും നീന്താനും തുഴയാനൊക്കെ നന്നായിട്ടറിയാം. അപ്പോൾ വള്ളക്കാരൻ പറയാം, അത് ശരി, തിരിച്ച് കാണത്തില്ലേ സാറേ എന്ന് ചോദിക്കുമ്പോൾ പറയാം, പിന്നെ ഞങ്ങളെങ്ങനെ നീന്തി പോവാന്നും പറഞ്ഞിട്ട് കല്യാണി കിരൺ കൂടി ചിരിക്കുവാണേ. പൈസ വൈകിട്ട് തന്നാൽ മതി, എനിക്ക് സാറിന് ഭയങ്കര വിശ്വാസമാണെന്ന് വള്ളക്കാരൻ പറയണം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൈസ തരികയും ചെയ്ത് ബാക്കിയൊന്നും മേടിച്ചില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ശരി എന്നാന്ന് പറയാം. അപ്പം ചോദിക്കുന്ന സാറേ ഒരു സഹായത്തിന് ഞാനും കൂടെ പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയേ വേണ്ട എന്ന് പറഞ്ഞു. കിരൺ പറയണം, അല്ല ഈ സമയത്ത് കാട്ടിലൂടെ നടക്കുന്ന അപകടമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ വള്ളക്കാരൻ പറയേ അപകടമൊന്നും അല്ല, കാടങ്ങ് ആസ്വദിച്ച് നടത്തും, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ രണ്ടുപേരും നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. കുറിനറികൾ ഒറ്റയ്ക്കാണെങ്കിൽ അത് നമ്മളെ കാണുമ്പോൾ അങ്ങ് ഓടി വിളിച്ചോളും. പിന്നെ സൂക്ഷിക്കേണ്ട പാമ്പിന് അത് എവിടുന്നാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ വള്ളക്കാരൻ. പാമ്പുകൾ സത്യമുള്ളത്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ കാടൊക്കെ ആസ്വദിച്ച് പതുക്കെ വന്നു, അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വരാൻ ചേട്ടാ എന്ന് പറയുമ്പോൾ കിരണിനോട് വള്ളക്കാരൻ പറയല്ല, ആസ്വദിച്ച് വന്നാൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇന്ന് വള്ളത്തിൽ കയറ്റിയത് കൊണ്ട് എനിക്ക് ഇന്ന് വേറെ ആൾക്കാരെ ഇന്ന് അക്കരെ പോയി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ കിരണും കല്യാണം കൂടി ചിരിക്കുവാണേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ കാടിനകത്തേക്ക് കയറുവാണ് കേട്ടോ, കല്യാണിയും കിരണും കൂടി. അതോടെ ഈ പാർട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവർ ഇനി കാടിനകത്ത് ചെന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ഗംഗപ്രസാദിനെ ഇവർ കാണുമോ, അത് ഇവർക്ക് രണ്ടാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, അത് ഇവരെ വേരു കയറിയോ, എന്താ നമുക്ക് നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.